ആശീർവാദം പിടിച്ച ഈ പുതിയ വർഷം 24 പൂർത്തിയാക്കി 25 തുറന്ന പാതിരാവിൽ തുടങ്ങി 2 മാസം കഷ്ടിച്ച് പൂർത്തിയാകുമ്പോൾ കണ്ട അരിമ്പലകൾ മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പെരുക്കുന്ന പെരുക്കപ്പട്ടികയാണ്. മക്കളെന്ന പേരിൽ പെറ്റവയറിനെ കൊലവള്ളി അറക്കുന്ന അസുരത്തുകൾ, പിഞ്ചുകുഞ്ഞിനേട് താഴ്ത്തുന്നതിന്റെ രക്തബന്ധുക്കൾ, കൂട്ടുകാരന്റെ മുഖം കക്കൂസിൽ മുക്കി കൊലക്ക് കൊടുക്കുന്ന സഹപാഠികൾ, മുക്കളിൽ കോമ്പസിട്ട് കുത്തിക്കിടക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ കണ്ടു കണ്ടു മടുത്തൂരി വയ്യ. നമ്പർ കേരളം വ്യാജത്തിൽ കൈവളർത്തി പിത്തപ്പെടുത്തിരിക്കാൻ ഇനി ഇച്ഛാശക്തി കാണിക്കണം സർക്കാർ. സർക്കാർ ഉണ്ടാണെങ്കിലും സർക്കാരിന് ആകെ ഇതിന്നൊക്കെയാണ് വരുമാന മാർഗവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടിയിരിക്കുന്നത്. സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഡബിൾ കള്ളക്കണക്കുണ്ടാക്കി പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടിയിരിക്കുന്നത്. നമ്മൾ ചോദിക്കണം, രാത്രി നേരം വൈകി വരുന്ന പിള്ളേരോട് എന്തുകൊണ്ടാണ് നേരം വൈകിയത്, എവിടെ പോയി എന്നുള്ളതൊക്കെ അന്വേഷിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള മടിയും പേടിയും കാണിക്കേണ്ടതില്ല. മടിയും പേടിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മൾ മാതാപിതാക്കളൊക്കെ തന്നെയാണ് പിള്ളേരെ വഴിതെറ്റിച്ചു വിടുന്നത്. പറഞ്ഞെങ്കിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീഡമായിട്ട് അവർ അഴിച്ചുവിടുമ്പോൾ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്.